ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? ഞാൻ ഇപ്പോൾ വന്നിക്കണ എന്തിനാ അറിയോ? ഒരു നന്മമരം ഉണ്ട്. ഓളൊരു കുറച്ച് വോയിസും ഓളെ ഡീറ്റെയിൽസും ഒന്ന് പുറത്ത് വിടാൻ വേണ്ടിയിട്ടാ. ഡീറ്റെയിൽസ് മീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളുടെ പണി എന്താ അറിയോ? ഇവള് കുറേ കാലം ഫാത്തിനെ വെളുപ്പിച്ചാൻ നോക്കി. എന്നിട്ട് ഞാൻ അതിമക്കൊന്നും ഏൽക്കുന്നില്ല എന്ന് കണ്ടപ്പോ ഇപ്പൊ ഫാത്തിയുടെ കുറ്റവും ഫാത്തിയുടെ കുറവുകളും ഒക്കെ എൻ്റെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് വന്നതാ. ഇതിനു മുമ്പ് ഞാൻ ഇവള് എനിക്ക് ഫാത്തിയുടെ കാര്യം ചോദിച്ചിട്ടും സാജിദയുടെ കാര്യം ചോദിച്ചിട്ടൊക്കെ മെസ്സേജ് വിട്ടിരുന്നു. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, അതിന് മാന്യമായി റിപ്ലൈ കൊടുത്തു. എന്നിട്ട് പോലും അതെടുത്തിട്ട് ഫാത്തിക്ക് കൊണ്ടുപോയി കൊടുത്തു. ദാ ഷെരീഫ് ഇങ്ങനെയൊക്കെ പറഞ്ഞേക്കണു പറഞ്ഞിട്ട്. എന്നിട്ട് ഓൻ ഫാത്തി കുറെ കുറച്ചു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഞാൻ അതിന്റെ ഫുള്ള് അവിടെ പുറത്ത് വിട്ടു. പിന്നെ അവർക്ക് ഒന്നും മിണ്ടാനില്ല. അവരെ മിണ്ടാട്ട് അതോടുകൂടെ മുട്ടി. ഈ വ്യക്തിനെ ഞാൻ കാണിച്ചുതരാം. ഇപ്പോ ഇതിന് ശേഷമുള്ള മെസ്സേജ് കിട്ടിയെന്ന് എനിക്ക് ഈ അടുത്തായിട്ട്. ഞാൻ ഫാത്തി ഞാനും പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രം പൊന്തി വരുന്നത് അവള് നന്മമാരായിട്ട്. അപ്പോൾ അവൾക്ക് ഭയങ്കര എന്താ പറയാ, ഫാത്തിനെ കുറിച്ചിട്ട് ഇനി ഓൾക്ക് ഇല്ലാത്ത ഒരു മോശാഭിപ്രായം ഉണ്ടാവില്ല. അത്രക്ക് മോശാഭിപ്രായത്തിലാക്കാരം ഓള് ഈ മെസ്സേജും കൊണ്ട് വരിക. ആളെ ഞാൻ കാണിച്ചു കേട്ടോ. ഇത് നിങ്ങൾ കേട്ടു നോക്കി. ഇതുപോലെയുള്ള ആളുകള് പൂട്ടിടും. എനക്കൊന്നും ഫൈറ്റ് ചെയ്യാൻ ഒന്നും അറിയാത്തതാണ്. ഞാൻ പിന്നെ അവിടെ വീഴല്ല. ഫാത്തിയയിൽ ഇത് അറിഞ്ഞതാണെങ്കിൽ അറിയാലോ, റിയാക്ട് ചെയ്യുന്നതും കമന്റ് ഇടുന്ന പോലെ ഊക്കുന്ന ആളാണ് ഓന്. റിയാക്ട് ചെയ്യുന്നോലെയും കമന്റ് ചെയ്യുന്നോലൊക്കെ ഊക്കുന്ന ആളായിരിക്കും. എന്നിട്ടിപ്പോ എവിടെ ഓനെ? ഇവളുടെ പണി എന്താ വെച്ചിട്ടാ, ഇവിടെ ഉള്ളത് അവിടെ ഉള്ളത് ഇവിടെ. ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു പെണ്ണല്ലേ ഈയൊക്കെ? ഇതിനെ ഈ പണിക്ക് നിൽക്കുന്നു. ഒരു കുടുംബമായിട്ട് ജീവിച്ചൂടെ? ഇത്രയും വലിയ ഫ്രോഡിന് വേണ്ടിയിട്ട് ഈ ജാതി പണിയെടുക്കുമ്പോ നിന്റെ ഒന്നും വീട്ടിലെ ആളുകളില്ലേ? ഈ ആളെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം ഇതിനു മുമ്പ് ഞാൻ ഈ ആളോട് ഒരു പരിഗണന കൊടുത്തിരുന്നു. എന്തിനറിയോ? മുഖം കാണിക്കാതെയും ഐഡി മാത്രമേ ഞാൻ കാണിച്ചിരുന്നു. അവളുടെ അക്കൗണ്ട് മാത്രമേ ഞാൻ കാണിച്ചു കൊടുത്തിരുന്നു. മുഖം ഇതൊന്നും ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പുറത്ത് വിട്ടിരുന്നില്ല. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെണ്ണല്ലേ എന്ന് വിചാരിച്ചിട്ടുള്ള റെസ്പെക്ട് ഞാൻ അവിടെ കൊടുത്തു. പക്ഷെ ഇവളിത് വീണ്ടും വിടും. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു വെച്ചിട്ട് എനിക്ക് മെസ്സേജ് വിടരുത്, എനിക്ക് നിന്നോടും ഉണ്ടാവും ഒരു താല്പര്യമല്ല, ഈ എന്തിനാ എനിക്ക് മെസ്സേജ് വിടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഈ ഇടയായിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളെ വാട്സാപ്പ് നമ്പർ ഒന്ന് തരുമോ, ഒരു അർജന്റ് കാര്യത്തിനാണ്, ഫാത്തിയുടെ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഞാൻ വിട്ടു തരാം, നിങ്ങൾ ആരോടും പറയരുത് എന്ന്. ഞാൻ അപ്പക്കപ്പൊക്കെ ഒരു ഖത്തർ നമ്പർ എടുത്തിട്ട് അതിൽ വാട്സാപ്പ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ നമ്പറാണ് കൊടുത്തപ്പോൾ എന്ത് ചെയ്തു, ആ നമ്പറിൽ ഫാത്തി പറഞ്ഞതും അല്ലാത്തതും ആയിട്ടുള്ള കുറെ ചറപറേനെ വന്നു. പക്ഷെ ഇതിന്റെ ട്വിസ്റ്റ് എന്താ ഉണ്ടായോ? ഞാൻ ആ നമ്പർ പുതിയത് എടുക്കാനുള്ള ഒരു കാരണം, ഇവള് വമ്പ ഒറ്റുകാരിയാണെന്ന് എനിക്കറിയാം. കുറച്ച് കഴിഞ്ഞപ്പോ ദുബായിയുടെ ഒരു നമ്പറിൽ നിന്നുണ്ട് എനിക്കൊരു മെസ്സേജ്. ഒരു പെണ്ണിന്റെ വോയിസ് ആണ് മെസ്സേജ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഫാത്തിക്ക് വിട്ട ഒരു വോയിസ്. ഈ ഷെരീഫിനോട് പണ്ട് ഞാൻ ഭയങ്കര ക്യൂട്ടാണെന്നൊക്കെ പറഞ്ഞിക്കണു, അതുകൊണ്ട് ഫാത്തിയെ നീ പേടിക്കണ്ട, നിന്നെയൊന്നും പറയാൻ അവനിക്ക് ഒരു അർഹതയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വോയിസ്, വൺ ടൈം വോയിസ്. ആ നമ്പർ ഞാൻ ഈ നമ്പറാണത്. ഈ നമ്പറിൽ നിന്ന് ദുബായിൽ നിന്ന് വന്നത്. ഇതിന്റെ ട്വിസ്റ്റ് എന്താ അറിയോ? ഇത് വിട്ടിക്കണത് ഫാത്തിയാണ് എനിക്ക്. പക്ഷെ ഞാൻ എൻ്റെ പേഴ്സണൽ നമ്പറോ അതല്ലെങ്കിൽ എൻ്റെ എല്ലാവരുടെ അടുത്തുള്ള നമ്പറോ അല്ല ഞാൻ ഇവൾക്ക് കൊടുത്തത്. ഞാൻ ഇവള് ഈ നമ്പർ ആർക്ക് കൊടുക്കുന്നു അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത്. കാരണം നമുക്കറിയാലോ, ഈ ഒരു വ്യക്തിക്ക് മാത്രം ഉണ്ടാക്കിയ വാട്സാപ്പ് പിന്നെ പുറലോകം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്ന് നമുക്കറിയാം പിന്നെ നമുക്ക് വേറെ ആളെ സംശയിക്കേണ്ട കാര്യമല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തപ്പോ അത് ഇവൾ തന്നെയാണ് ഇത് കൊടുത്തിക്കണെന്നുള്ള മനസ്സിലായി. കാരണം ഇവൾക്ക് മാത്രമേ ഞാൻ ഈ നമ്പർ കൊടുത്തിട്ടുള്ളൂ. അത് ഞാൻ അപ്പൊ ക്രിയേറ്റ് ചെയ്തൊരു നമ്പറാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അതോളോട് ചോദിച്ചില്ല, അവളോട് അതിന്റെ കാര്യമേ പറഞ്ഞില്ല. ഇവളുടെ പോക്ക് എങ്ങോട്ടാണെന്നൊന്നും അറിയണം എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇവള് പറയണത് എന്താ വെച്ചിട്ടാ, ഫാത്തി അങ്ങനെയാണ്, ഫാത്തി ഇങ്ങനെയാണ്, ഫാത്തി അങ്ങനത്തെ ചെറ്റയാണ്, ഇങ്ങനത്തെ ചെറ്റയാണ്, കുട്ടികളുടെ വെച്ച് മുതലെടുക്കുകയാണ്, സാജിദാനെ സപ്പോർട്ട് ചെയ്യും, എനിക്ക് വെറുപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കാണാൻ ഫാത്തിയുടെ കുറെ നല്ലത് പറയുന്നു. എന്തൊക്കെയായാലും നമ്മ സിംഗിൾ ആയിട്ട് ജീവിക്കണല്ലേ, അപ്പോ അത്തരത്തിലുള്ള തെറ്റ് പറ്റും. അതുകൊണ്ട് അതൊന്നും ഇനി പുറത്ത് വിടണ്ട. എത്രയായാലും ആ കുട്ടികളെ ഒന്ന് നോക്കല്ലേ. അപ്പൊ അതുകൊണ്ട് ഇനി പുറത്ത് വിടണ്ടാന്ന്. ഇവളൊക്കെ കാശും വാങ്ങിയിട്ട് എന്ത് തമ്മാടിത്തരത്തിന് നിന്ന് കൊടുക്കുന്നുണ്ടാവുക. അതല്ലെങ്കിൽ ഇപ്പൊ ഈ ഞാനും ഫാത്തിയും തമ്മിലുള്ള കാര്യത്തിൽ എന്തിനാ അവളോട് ഇടപെടല്ലേ, എനിക്ക് മെസ്സേജ് വിടല്ലേ, ഈ കാര്യം എന്നോട് സംസാരിക്കരുത്, ഇജ്ജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനോട് സംസാരിച്ചോ, എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഒരു താല്പര്യമില്ല എന്ന് 1000 വട്ടം ഞാൻ പറഞ്ഞോളൂ. എൻ്റെ അടുത്ത് അതിന്റെ എല്ലാ സ്ക്രീൻ റെക്കോർഡും ഉണ്ട്, ഇപ്പോഴും മെസ്സേജുകളും ഉണ്ട്. എന്നിട്ടും വീണ്ടും വീണ്ടും മെസ്സേജ് ഇടുമ്പോ ഞാൻ ഇതല്ലാതെ പിന്നെ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ പറയും. ഒരു മനുഷ്യനിക്ക് ക്ഷമക്കൊരു പരിധി ഇല്ലേ? ഈ വ്യക്തിനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ ഒന്ന് കണ്ടു നോക്കി. ഇതാണ് അവരുടെ പ്രൊഫൈലും
ഇതാണ് അവരുടെ ഫോട്ടോ എല്ലാം. എനിക്ക് ഫോളോ റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഫോളോ ബാക്ക് അടിച്ചിട്ടില്ല. ഞാൻ പണ്ട് അൺഫോളോ ചെയ്തതാ. തലശ്ശേരിയോ കണ്ണൂരോ ആ ഭാഗത്ത് എങ്ങാണ്ട് ഉള്ളതാണ് ഈ സ്ത്രീ. പക്ഷെ ഈ സ്ത്രീക്ക് എന്താണ് ഇതുകൊണ്ടില്ല ലാഭം എന്നൊരു പിടുത്തമല്ല. പാത്തിനെ ഇങ്ങനെയൊക്കെ മൂപ്പത്തിയേര് പറയണമെന്നുണ്ടെങ്കിൽ മൂപ്പത്തിയേർക്ക് അറിഞ്ഞ് കാര്യമായിട്ട് എന്തോ കിട്ടിയിരിക്കണം. എന്നാലോ ഫാത്തിയുടെ സകലമായ വോയിസും കാര്യങ്ങളും ഒക്കെ ഈ സ്ത്രീ തന്നെ എനിക്ക് ഫോർവേഡ് ചെയ്ത് തരുന്നത്. ഒന്നല്ലെങ്കിൽ ഫാത്തിയും ഈ സ്ത്രീയും പാടെ അറിഞ്ഞു കളിക്കണ നാടകം. പക്ഷെ എന്നാലും ഫാത്തി ഇഷ്ടപ്പെടാത്ത കുറെ വോയിസും ഫാത്തി മോശമായി സംസാരിക്കണതൊക്കെ എനിക്ക് ഈ ഇതിലേക്ക് വിട്ടിട്ടുണ്ട്. അതെങ്ങനെ ഈ സ്ത്രീ ചെയ്യാ? ഫാത്തി അങ്ങനെ ചെയ്തു, ഫാത്തി ഇങ്ങനെ പറഞ്ഞു, ഫാത്തി അങ്ങനെയാണ്, ഫാത്തി ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജുകൾ ഈ സ്ത്രീ എനിക്ക് വിട്ടിട്ടുണ്ട് ഫാത്തിനെ കുറ്റമായിട്ട്. അപ്പൊ അത് ഫാത്തി അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ഫാത്തി എന്തെങ്കിലുമൊക്കെ ചോർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇവളെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. എന്താണ് ഓൾക്കുള്ള ഇതെന്താണെന്ന് വെച്ചെങ്കിൽ ഓനോട് കൊടുക്കും. ഫാത്തി കൂലിക്ക് കണ്ടമാനം കിളവികളെ നിർത്തിയിട്ടുണ്ട്. എന്തിന്? ഓളെ ഫാത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. ആ കിളവികളെയും കൊണ്ടൊന്നും ഫാത്തിയെ ഇവിടെ ഒന്നും നടക്കാൻ പോണില്ല. അനക്കുള്ളത് ഞാൻ സ്പെഷ്യൽ ഐറ്റം തന്നെ ഞാൻ വേറെ സ്പെഷ്യലായിട്ട് തരുന്നുണ്ട്. ഇത് വലിയ കൊമ്പത്തെ രാജാവാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പൊ മുണ്ടാട്ടോ അല്ല, മൊഴിയാട്ടോ അല്ല. എല്ലാവർക്കും പേടിയായിരുന്നു. ഇപ്പൊ നോക്കാം, കിട്ടേണ്ടതാണ് കിട്ടിയപ്പോ തോന്നണ്ടെന്ന് തോന്നി പറഞ്ഞ മാതിരിയാണ് ഇപ്പത്. ഇപ്പൊ ഒന്നുമില്ല, വളിയടക്കം ഉറക്കടാൻ പേടിയാത്ര. അതടക്കം സൗണ്ട് ഇല്ലാതെ ഓടല്ലേ ആ കോലത്തിൽ എത്തിയിരിക്കണോന്. ഇപ്പൊ ആ കുട്ടികളെങ്ങനെ വെച്ചിട്ട് നന്മമരം കളിക്കാണ്. അതൊക്കെ കാണാം. ജിന്നോട് വലിയ അടിയിൽ നാട്ടിക്ക് പോവാന്നൊക്കെ പറഞ്ഞില്ലേ? നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. എന്റെ ഈ കൂലിക്ക് നിർത്തിയ അവൾമാരോടൊക്കെ എന്ന് പറഞ്ഞളാ, ഷെരീഫിന് എന്തായാലും തൽക്കാലം അതിനൊന്നും കിട്ടൂല എന്നുള്ളത്. അതുകൊണ്ട് ഓലൊക്കെ പിരിച്ചാണ് വിട്ടളാ. കൊടുക്കേണ്ടത് കൊടുത്തിട്ട് പിരിച്ചാണ് വിട്ടളാ. ഇന്നെ ട്രാപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഓലെ ശമ്പളവും കൂലിയും കൊടുത്ത് നിർത്തിക്കണെച്ചെങ്കിൽ അതാണ് ഒഴിവായിക്കളാ. വേറെ എന്തെല്ലാം പണിയുണ്ട്. പക്ഷെ എന്റെ മേത്ത് ഞാൻ എന്തായാലും ഒഴിവാകുന്ന വിചാരിക്കണ്ട കേട്ടോ. ഓക്കെ.